Assalamu Alaikum all. Welcome to my first video. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു chana chaat റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടും സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. chana chaatന് വേണ്ട ingredients ഒരു സവാള, ഒരു ചെറിയ തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു പകുതി നാരങ്ങ, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് നല്ലത്, ഇല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടല. ഇത് ഞാൻ കടല വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കടല. നമ്മളുടെ പാൻ ഓണാക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് അത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വഴറ്റാനോ ഒന്നും പാടില്ല. ആ ഒരു പച്ചപ്പോടെ തന്നെ കഴിക്കണം. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് പതിയെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്നും ഉടഞ്ഞു പോകരുത്. എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ അതുപോലെ കിട്ടണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത കടല എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ആ വലിയ കടല ആഡ് ചെയ്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ലാസ്റ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇതിന്. എന്നാൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടേക്കുന്നത്. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില ഇട്ട് ആ നാരങ്ങയും പിഴിഞ്ഞ് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണിത്. എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം. ഇപ്പോഴത്തെ ഇഫ്താറിലൊക്കെ എപ്പോഴും ഈ ഓയിൽ വെച്ച് പൊരിച്ച സ്നാക്സിനേക്കാളൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.